കോൺഗ്രസിലെ ചില നേതാക്കൾ മുഖ്യമന്ത്രിയാകുമെന്ന് പറഞ്ഞ് വലിയ രീതിയിൽ പണപ്പിരിവ് നടത്തുന്നതായി മന്ത്രി വി ശിവൻകുട്ടി. ഇപ്പോഴുള്ള പേരുകൾക്ക് പുറമെ 3 നേതാക്കൾ കൂടി മുഖ്യമന്ത്രി പദത്തിനായി ചരടുവലി നടത്തുന്നുവെന്നും മന്ത്രി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ ഒരു ഭീഷണിയും വിലപ്പോവില്ലെന്നും നിയമത്തടക്കം ഇടതുമുന്നണി വലിയ വിജയം നേടുമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. ഓരോരുത്തരും മുഖ്യമന്ത്രിയും ഓരോ മന്ത്രിമാരെന്നെല്ലാം പറഞ്ഞ് വലിയ പൈസ പിരിവ് നടക്കുന്ന കേൾക്കുന്നു. വലിയ സാമ്പത്തിക സ്വരൂപണം, വലിയ വൻകിട മുതലാളിമാരിൽ നിന്ന് സമ്പത്ത് ശേഖരിക്കുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ. ഇനിയും ഒരു 3 പേരും കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി ഒരു 3 പേരും കൂടെ ഉടനെ രംഗത്തിറങ്ങുമെന്നാണ് പറയുന്നത്. എന്നിട്ട് കൂട്ടയടി നടന്ന ശേഷം നറുക്കെടുക്കുമെന്നാണ് പറയുന്നത്. സഹിൻ ആന്റണി ചേർന്ന വിവരങ്ങളുമായി. സഹിൻ ആന്റണി, നേരത്തെയും ഇടതുമുന്നണിയിലെ ചില നേതാക്കളൊക്കെ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുകയുണ്ടായി. വലിയ രീതിയിൽ ജയിക്കുമെന്ന് കാണിച്ച് കോൺഗ്രസ് നേതാക്കൾ പണപ്പിരിവൊക്കെ നടത്തുന്ന ഒരു കാര്യമുണ്ട് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. നിലവിൽ വി ശിവൻകുട്ടിയും ഇത് ആവർത്തിക്കുകയാണ്. എന്തൊക്കെയാണ് ശിവൻകുട്ടി പറഞ്ഞു വെച്ചത്? ഒപ്പം നിയമത്തെ പ്രതീക്ഷകൾ എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഷാമിലി, ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് വി ശിവൻകുട്ടി മുന്നോട്ട് വയ്ക്കുന്നത്. കോൺഗ്രസിലെ ചില നേതാക്കൾ അവർ മുഖ്യമന്ത്രിയാകും, കോൺഗ്രസ് ജയിക്കുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ പണപ്പിരിവ് നടത്തുന്നു എന്നുള്ള ആരോപണമാണ് ശിവൻകുട്ടി പറയുന്നത്. അതായത് ജനങ്ങൾക്കിടയിൽ നിന്നും അല്ലെങ്കിൽ സമ്പന്നന്മാർക്കിടയിൽ നിന്നുമെല്ലാം പണം പിരിക്കുന്നു. അത് ഭരണത്തിൽ വരുമെന്ന് കാണിച്ചുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ ഇത്തരത്തിൽ പണം പിരിക്കുന്നതെന്ന് ശിവൻകുട്ടി ആരോപിക്കുന്നു. മറ്റൊന്ന് പറയുന്നത്, നിലവിൽ 3 പേർ, കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ എന്നീ 3 പേർ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ശ്രമിക്കുന്നുണ്ട്. അത് കൂടാതെ ഇനി 3 പേർ കൂടി മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ശ്രമിക്കുന്നു, രഹസ്യമായി ശ്രമിക്കുന്നു എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒടുവിൽ ഇവർ തമ്മിൽ കൂട്ടയടിയാകും എന്ന് അദ്ദേഹം തമാശ രൂപേണ പറഞ്ഞു വയ്ക്കുകയാണ്. മറ്റൊന്ന് അദ്ദേഹം പറയുന്നത്, മുഖ്യമന്ത്രിയുടെ ഗൺമാൻ സന്ദീപിനെ വെല്ലുവിളിച്ച യൂത്ത് കോൺഗ്രസ് നടപടിയെ അദ്ദേഹം തിരികെ അതിനെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു. അദ്ദേഹം പറയുന്നത്, യാതൊരു കാരണവശാലും ഒന്നും നടക്കാൻ പോകുന്നില്ല, അത്തരം വെല്ലുവിളികളൊന്നും നമ്മുടെ നാട്ടിൽ വിലപ്പോകില്ല, അത് CPM-ഓ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ മനസ്സിൽ അത്തരം കാര്യങ്ങൾ ഇരിക്കുകയുള്ളൂ, പുറത്തേക്കൊന്നും വന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ കോൺഗ്രസ് ഭരണം കിട്ടുമെന്ന് അവർ സ്വപ്നം കാണുകയാണ്, അത് വെറും സ്വപ്നം മാത്രമായി അവശേഷിക്കുമെന്നും അദ്ദേഹം പറയുന്നു. നേമത്ത് BJP അടക്കമുള്ള പാർട്ടികൾ ജയിക്കില്ല, പകരം അവർ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇടതുമുന്നണിക്കാണ് നേമത്തടക്കം ഉജ്ജ്വല വിജയം നേടാൻ കഴിയുകയുള്ളൂ എന്നും അദ്ദേഹം അവകാശപ്പെടുകയാണ്. ഷാമിലി, ശരി, സഹിൻ ആന്റണി വിവരങ്ങൾ നൽകിയത്.